KSRTC ഡ്രൈവർക്ക് നേരെ ആക്രമണം. അഷ്റഫിന് നേരെയാണ് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് ആക്രമണം ഉണ്ടായത്. അഷ്റഫിന്റെ വാക്കുകളിലേക്ക്. ബത്തേരിയിൽ വെച്ച് ഒരു കാറ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് നിർത്തി. ഇടേ സൈഡിൽ നിന്ന് ഒരു യാത്രക്കാർ ഒരാളിറങ്ങി ഡ്രൈവറുടെ അടുത്ത് വന്നിട്ട് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ സീറ്റില്ലാന്ന് പറഞ്ഞ് വണ്ടി മുമ്പോട്ട് വന്നപ്പോൾ അദ്ദേഹം വണ്ടിയുടെ സൈഡിൽ അടിച്ചു. അതിനുശേഷം വണ്ടി മുമ്പോട്ട് വന്ന് ഇവിടെ താമരശ്ശേരി പഴയസ്ഥാനം എന്നൊരു പാസഞ്ചർ കയറ്റാൻ നിർത്തി. വീണ്ടും ഒരു കാറ് വട്ടമിടുകയും അവരെ തകടയിലടിച്ചപ്പോൾ എന്താ തങ്ങളുടെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സീറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കയറ്റിയാണോ കുഴപ്പം, അതൊക്കെ നമ്മൾ സീറ്റില്ലാന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ അടുത്തുണ്ടായി. ഡ്രൈവറുടെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തപ്പോൾ വണ്ടിയിലെ യാത്രക്കാരൻ ഇത്രയും ദൂരം പോണ വണ്ടിയല്ല, നിങ്ങൾക്ക് സീറ്റിലാന്ന് പറഞ്ഞതല്ലേ നമ്മൾ പ്രശ്നം പരിഹരിച്ച് തീർക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിക്കലിനടിക്കുകയും അദ്ദേഹത്തിൻ്റെ വാച്ച്, പേഴ്സ്, പോക്കറ്റിൽ ഷർട്ടിൻ്റെ പോക്കറ്റ് എന്തൊക്കെ വലിച്ചു വിടുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് അവർ ഈ താഴത്തേക്ക് കാറിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ലോക്കലിലുള്ള ഒരു 5-6 ചെറുപ്പക്കാർ ആൾക്കാർ വന്ന് നമ്മളെ വീണ്ടും ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ കണ്ടക്ടറുടെ വാക്കുകളാണ് കേട്ടത്. ഇനി ഡ്രൈവറുടെ വാക്കുകൾ, മർദ്ദനമേറ്റ ഡ്രൈവറുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. പയ്യന്മാരെ വന്ന് അപ്പോൾ അവർ ഇവരായിട്ട് കോമ്പീറ്റ് അവർ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഫസ്റ്റ് അവിടെ നിന്ന് പിടിച്ചു, പിന്നെ ഇവിടെ നിന്ന് വന്നിട്ട് ബ്ലോക്ക് ഇട്ടിട്ട് അവരൊരു പ്രശ്നത്തിൽ വന്നിട്ട് അടി ഉണ്ടാവാൻ പോയിട്ട് ഞാൻ പോകുന്നു. അവരോട് പറഞ്ഞാണ് നിങ്ങളിത് പ്രശ്നമാകുന്നത്, ഈ ലോങ് യാത്രക്കാരാണ്, നിങ്ങളൊന്ന് ഒഴിവാക്കും. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഇവിടുന്ന് 4-5 ആൾക്കാരും കൂടി കൂടുതൽ വന്നവർ എന്നെ തള്ളി മാറ്റായത്, എന്നെ അടിച്ചും ചെയ്തു. പിന്നെ ഞാൻ ഡ്രൈവറെ സീറ്റിന് മുകളിലായിരുന്നു. ഈ വണ്ടിയിൽ നിർത്തിയില്ല, സീറ്റ് ഉണ്ടോ ചോദിക്കാൻ നിന്ന് ബസ് നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മുന്നിലേക്ക് വന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മേഘ്ന, എന്തൊക്കെയാണ് ഈ ഡ്രൈവർ പറയുന്നത്? എന്തായിരുന്നു സംഭവിച്ചത്? താമരശ്ശേരി ബസ് ബേക്ക് സമീപമാണ് ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടി ഈ ഒരു KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും നേരെ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. നമ്മൾ ഈ കേട്ടതുപോലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഒരു പരാതിയും അവർ നമ്മളോട് സംസാരിക്കുന്നതുമനുസരിച്ച് ഇന്നലെ രാത്രി 2 മണിക്ക് താമരശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടേണ്ട ബസ്സായിരുന്നു. ലോങ് റൂട്ട് ഓടുന്ന KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സാണ്. അവിടേക്ക് ഒരു 5-അംഗ സംഘം നീല സ്വിഫ്റ്റ് കാറിലെത്തുന്നു. ശേഷം അവർക്ക് ഒരാൾക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യേണ്ട ആളായിരുന്നു. അവർക്ക് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഈ KSRTC ബസ് മുഴുവനായിട്ടും റിസർവേഷനുള്ള മുന്നേ തന്നെ റിസർവ് ചെയ്ത് യാത്ര ചെയ്യേണ്ട ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഇവർ സീറ്റില്ലെന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ യാത്രക്കാർ, അതായത് ഈ നീല കാറിലെത്തിയ 5 പേർ പ്രകോപിതരാകുന്നത് എന്നാണ് ഈ KSRTC ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മൊഴി അനുസരിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ. ആദ്യം സീറ്റില്ലെന്ന് പറയുകയും ശേഷം ഇവർ ഡ്രൈവറെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. അത് തടഞ്ഞ കണ്ടക്ടറെയും യാത്രക്കാരെയുമാണ് ഒരു യാത്രികനെയുമാണ് ഇപ്പോൾ ആ 5-അംഗ സംഘം ആക്രമിച്ചിട്ടുള്ളത്. ഈ യാത്രക്കാരനും പരുക്കു പറ്റിയിട്ടുണ്ട്. മാത്രമല്ല KSRTC ഡ്രൈവറും കണ്ടക്ടറും ഇതിൽ പരുക്കുപറ്റി ആശുപത്രിയിലടക്കം കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല സംഭവ സ്ഥലത്ത് ആ സമയത്ത് തന്നെ താമരശ്ശേരി SP അടക്കമുള്ളവർ എത്തുകയും ഈ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ നീല കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും മൊഴി അനുസരിച്ച് ഇവർക്ക് ഈ സീറ്റില്ല എന്ന് പറഞ്ഞത് മാത്രമാണ്, അതായത് അവർക്ക് സീറ്റ് ലഭിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അത് മുഴുവനായിട്ടും റിസർവ് ചെയ്ത് പോകുന്ന ലോങ് റൂട്ട് ഓടുന്ന ബസ്സാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞതാണ് ഒരു പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ ആക്രമിച്ചു എന്ന് പറയുന്ന 5-അംഗ സംഘത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അവരുടെ ഒരു ന്യായീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. അവരെ പോലീസ് ഇതുവരെ പിടികൂടിയിട്ടുമില്ല. അജിംഷാദ്.